കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചനം പഠിക്കുവാൻ നമുക്ക് ദൈവം തരുന്ന അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. യഥാസ്ഥാനപ്പെടുക എന്നുള്ള ഒരു വിഷയമാണ് ചില ദിവസങ്ങളായി നമുക്ക് ധ്യാനിക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാസ്ഥാനത്വം എന്നാൽ എന്താണ്? ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? യഥാസ്ഥാനത്വത്തിന് ആവശ്യമായിട്ട് വന്ന ഘടകങ്ങൾ എന്താണ്? ദൈവമാക്കിയ സ്ഥാനത്ത് നിന്ന് നാം മാറിപ്പോയാൽ ഉണ്ടാകാൻ പോകുന്നതായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? സ്ഥാനം മാറിപ്പോകുവാൻ തക്കവണ്ണം ഉണ്ടായ കാരണങ്ങൾ എന്താണ്? പ്രധാനമായും പിതാക്കന്മാരുടെ പ്രാർത്ഥനയിൽ കാരണമായിട്ട് അവർ ഓർത്തതും പറഞ്ഞതും ഏറ്റുപറഞ്ഞതും ദൈവ കൽപ്പനകളുടെ ലംഘനമാണ് എന്നാണെന്നും ഒക്കെ നമുക്ക് ധ്യാനിക്കുവാനും പഠിക്കുവാനുമായിട്ട് സാധിച്ചു. അപ്പോൾ ആ ദൈവവചനത്തിൻ്റെ ലംഘനങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ തന്നെ എന്തുകൊണ്ട് ഈ ദൈവത്തെ, അവൻ്റെ വചനങ്ങളെ നമ്മൾ അനുസരിക്കണം? കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒടുവിലായിട്ട് കണ്ടത് അതാണ്. ഈ ദൈവത്തിൻ്റെ ശിക്ഷയും അവൻ്റെ മഹത്വവും കണ്ടറിഞ്ഞതായിരിക്കുന്ന ജനം, അവൻ നൽകിയതായിരിക്കുന്ന അനേക തരത്തിലുള്ള അനുഗ്രഹങ്ങൾ അനുഭവിച്ചതായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം, അവൻ്റെ വാഗ്ദത്തങ്ങൾ ധാരാളമായി പ്രാപിച്ചതായിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം, നിശ്ചയമായിട്ടും ആ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ അവർ ബാധ്യതയുള്ളവരാണ്, അവർ അതിന് കടപ്പെട്ടവരാണ് എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ച വിഷയമാണ്. ഈ ദൈവത്തിൻ്റെ കൽപ്പനകളുടെ അനുസരണം അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് ഇന്നും നാം ചില വേദവാക്യങ്ങളിലൂടെ കാണുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം, അത് മോശെ തൻ്റെ ജനത്തിന് നൽകുന്ന ഒരു വലിയ പ്രമാണമാണ്. അവിടെ ദൈവകൽപ്പനകൾ അനുസരിച്ചാൽ ഉണ്ടാകുന്ന നന്മയും ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചാൽ ഉണ്ടാകുന്ന തിന്മയും അത് വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു അധ്യായമാണ് ആവർത്തന പുസ്തകം 28-ാം അധ്യായം എന്ന് പറയുന്നത്. വളരെ വാക്യങ്ങൾ, ഏതാണ്ട് 69 വാക്യങ്ങളുള്ള ആ അധ്യായത്തിൽ 14 വാക്യങ്ങളാണ് അനുസരിക്കുന്നവർക്കുള്ള നന്മകൾ എന്ന നിലയിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ശേഷിക്കുന്നതായ 55 വാക്യങ്ങളും ദൈവകൽപ്പന ലംഘിക്കുന്നവർക്ക് ഉണ്ടാകുന്നതായ ശാപങ്ങളെ കുറിച്ച് പറയുന്ന വാക്യങ്ങളാണ്. അപ്പോൾ ഒരു വ്യക്തി ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിക്കുന്നു എങ്കിൽ അതിന് അവൻ അനുഭവിക്കുന്നതായ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ്. നാം ഈ ക്ലാസ്സിൻ്റെ ഒടുവിലെ ഭാഗത്തേക്ക് വരുമ്പോൾ അത് നമുക്ക് വിശദമാക്കുവാനായിട്ട് സാധിക്കും. ആദ്യം അതിൻ്റെ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ളതായ ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ അവൻ്റെ കൽപ്പനകളുടെ അനുസരണം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് നമുക്കവിടെ കാണുവാൻ കഴിയും. നാം കണ്ടത് ദാനിയേല്, നെഹമ്യാവ്, യസ്ര തുടങ്ങിയതായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവസന്നിധിയിൽ യഥാസ്ഥാനത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവര് ഓർത്ത് ദൈവത്തോട് ഏറ്റുപറയുന്ന കാര്യം എന്താണ്? ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും നിന്റെ കൽപ്പനകളെ ലംഘിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ലംഘിച്ചു എന്നുള്ളതിൻ്റെ നേരെ വിപരീതമാണല്ലോ അവരതിനെ അനുസരിച്ചു എന്നുള്ളത്. അപ്പോൾ അനുസരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ദൈവകൽപ്പനകളെ അനുസരിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഇന്ന് ധ്യാനിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ.
അതിൻ്റെ ഒന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, അതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ, ഞാൻ ഇന്ന് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതനാക്കും. അവിടെ വായിക്കുന്നത് കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ, ഒബ്സർവ് ആൻഡ് ടു ഡു എന്നാണ്. അവന്റെ ആ വചനങ്ങളെ ശരിയായ നിലയിൽ നിങ്ങളത് ഗ്രഹിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ നിങ്ങൾ അനുവർത്തിക്കണം. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെ വാസ്തവമായിട്ട് അതെന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നാം ദൈവാത്മാവിൽ ഗ്രഹിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും കഴിയണം. അതാണ് ഒന്നാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ വഴികളിൽ നടന്നാൽ. അപ്പോൾ കൽപ്പനകൾ പ്രമാണിച്ച് എന്തു ചെയ്യണം? അവന്റെ വഴികളിൽ നടക്കണം. നേരത്തെ 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുക, അതിനെ ഗ്രഹിച്ച് എന്ത് ചെയ്യണം? അതിനെ പ്രമാണിക്കണം. ഇവിടെ വായിക്കുന്നത് കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ വഴികളിൽ നടക്കുവാൻ നമുക്ക് ഇടയാകണം. ഇനി അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും നാം വായിക്കുന്നത്, യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. അവിടെ വായിക്കുന്നത് യഹോവയുടെ കൽപ്പനകൾ എന്ത് ചെയ്യണം? അത് കേൾക്കണം, പ്രമാണിച്ച് നടക്കണം. 3 വാക്യങ്ങളും ഒരേ അർത്ഥം തന്നെയാണ്, എന്നാൽ വ്യത്യസ്തമായ നിലകളിൽ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് ഗ്രഹിച്ച് പ്രവർത്തിക്കുക, രണ്ടാമത്തേത് കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ പാതകളിൽ കൂടെ നടക്കുക, മൂന്നാമത് നാം വായിച്ചതുപോലെ കേട്ട് പ്രമാണിച്ച് നടക്കുക. അപ്പോൾ ഇത് മൂന്ന് വാക്യങ്ങളാണ്, വ്യത്യസ്തമാണ്. ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ടതായ കാര്യമാണ്. അവിടെ എല്ലാം നമ്മൾ വായിക്കുന്ന ഒരു വാക്ക് എന്താണ്? പ്രമാണിച്ചു നടന്നാൽ, അല്ലെ? കൽപ്പനകൾ പ്രമാണിച്ചു നടന്നാൽ, അവന്റെ വഴികളിൽ നടന്നാൽ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ എന്താണ്? ഇംഗ്ലീഷിലാണെങ്കിൽ ഇഫ് എന്ന് പറയുന്ന എങ്കിൽ, എന്നാൽ. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകൾ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് എന്നാൽ എന്ന ആ പദപ്രയോഗം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. കേവലം ദൈവത്തിന്റെ കൽപ്പനകളുണ്ട്, അത് നിങ്ങൾ കേട്ടു എന്നല്ല. ആ വചനത്തെ ശരിയാകും വണ്ണം ഗ്രഹിച്ച് അതിനെ പ്രമാണിച്ച് അതിനെ കേട്ട് അവന്റെ വഴികളിൽ നടന്നാൽ, അത് പ്രമാണിച്ചാൽ എന്നുണ്ടാകുമെന്നാണ്. അവൻ കുറെ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് സിദ്ധിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന കാര്യം. നാം അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ധ്യാനിച്ചു വരുമ്പോൾ അതിൻ്റെ കുറെ കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മെ ഗ്രഹിപ്പിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നാമത് അവന്റെ കൽപ്പനകളുടെ പ്രാധാന്യം, അതനുസരിക്കേണ്ട പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത് അനുസരിച്ച് നടന്നാൽ അപ്പോൾ മാത്രമാണ് എന്തുള്ളത്? അനുഗ്രഹങ്ങൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിലേക്ക് ഞാൻ വരാം. എന്നാൽ ഇവിടെ രണ്ടാമതായിട്ട് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ അനുഗ്രഹങ്ങൾ ആര് നൽകുമെന്നാ പറഞ്ഞത്? അവിടെ എല്ലാം ആ വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെയൊക്കെ കാണുന്ന കാര്യം യഹോവ നിങ്ങൾക്ക് തരും എന്നാണ്. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകൾ ഞാനും നിങ്ങളും പ്രമാണിച്ചുകൊണ്ട് അവന്റെ വഴികളിലൂടെ നടന്നാൽ ആരാണ് നമ്മെ അനുഗ്രഹിക്കുക? ദൈവമാണ്. യഹോവയാം ദൈവം, നമ്മുടെ കർത്താവ്. അവൻ പറഞ്ഞതായ വാക്കുകളെ ഞാനും നിങ്ങളും പ്രമാണിച്ചാൽ നമ്മെ അനുഗ്രഹിക്കുന്നത് കേവലം മനുഷ്യനല്ല, പിന്നെ ആരാണ്? ദൈവമാണ്. ആരാണ് ആ ദൈവം? നാം അതറിയണ്ടേ. ഇന്നത്തെ സാഹചര്യത്തിൽ ദൈവമക്കളായിരിക്കുന്നവർ പോലും ഈ ദൈവ വഴികളെ വിട്ട്, ദൈവത്തിന്റെ കൽപ്പനകളെ വിട്ട് മാറുന്നതിന് തത്രപ്പെടുന്നതിന്റെ കാരണം എന്താണ്? കുറെ ഭൗതികമായ നന്മകളുടെ നേട്ടത്തിനാണ്. ഞാനത് പിന്നാലെ വിശദീകരിച്ചുകൊള്ളാം. എന്നാൽ ഇവിടെ ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ചുരുക്കം പേരായിട്ടാണെങ്കിൽ കൂടി വന്നിട്ടുള്ളത്, ഇത് കേൾക്കുന്നവരും ചുരുക്കം പേരാണ്. പക്ഷേ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത,
അവന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ വഴികളിൽ നടന്നാൽ നമ്മെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ദൈവമാണ്. ആരാണ് ദൈവം? ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഒരു വാക്ക് അവിടെ ഇപ്രകാരമാണ് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ 12-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു എന്നാണ്. എന്തിനാ ഇന്ന് ദൈവത്തിന്റെ മക്കൾ ഈ കൽപ്പനകളെ ലംഘിക്കുന്നത്? എന്തിനാ ലംഘിക്കുന്നത്? ഈ ദൈവത്തിന് എന്നിൽ പ്രവർത്തിക്കുവാൻ, എന്റെ കാര്യങ്ങൾ നടത്തി തരുവാൻ എന്തോ അശക്തനാണ്, അവനത് സാധിക്കുകയില്ല, എന്നാലും ചില കാര്യങ്ങളൊക്കെ നിർവഹിക്കണം എന്ന ചിന്തയിലാണ് ദൈവകൽപ്പനകളെ ലംഘിക്കുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്ക് എന്താണ്? നമ്മൾ ശ്രദ്ധിക്കണം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം നൽകുവാൻ അവൻ ആരാണെന്നാണ്? അവൻ സമ്പന്നനാണ്. എന്താ നമ്മൾ തിരിച്ചറിയേണ്ടത്? നാം അനുഗമിക്കുന്ന ദൈവം, നാം ആശ്രയിക്കുന്ന നമ്മുടെ ദൈവം, ആരുടെ വചനമാണോ നമ്മൾ അനുസരിക്കുന്നത്, ആ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തത് എല്ലാം നൽകുവാൻ തക്കവണ്ണം അവൻ ആരാണ്? സമ്പന്നനാണ്. എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇന്ത്യയിലുള്ളതായിരിക്കുന്ന വലിയ വലിയ കോടീശ്വരന്മാരുണ്ട്. അവരോട് താരതമ്യപ്പെടുത്തിയല്ല നമ്മുടെ ദൈവത്തെ പറഞ്ഞിട്ടുള്ളത്. ലോകത്തിലുള്ളതായിരിക്കുന്ന നമ്പർ 1 കോടീശ്വരന്മാരുണ്ട്. അവരുടെ പേരുമല്ല പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആരാണ്? നമ്മുടെ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കുവാൻ കഴിയുമാറ് അവൻ ആരാണെന്നാണ്? അവൻ സമ്പന്നനാണ് എന്നുള്ളതാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ നാം അവിടെ വായിക്കുന്നത് സുപരിചിതമായ വാക്യമാണ്. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അപ്പൊ സ്വന്തം പുത്രനെ നമുക്ക് നൽകുന്നതാണോ അതോ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണോ ദൈവത്തിന് പ്രയാസമുള്ള കാര്യം? സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകുന്നതായിരുന്നു. എന്നാൽ അത് നൽകിയെങ്കിൽ സകലവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോക ജീവിതത്തിന് എന്തൊക്കെയാണോ ആവശ്യമായിരിക്കുന്നത് അത് നൽകുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം ആരാണ്? സമ്പന്നനാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹൃദയങ്ങൾ ചഞ്ചലിച്ചു പോകുവാൻ ആവശ്യമില്ല. നമ്മുടെ ഹൃദയങ്ങൾ സംശയിക്കുവാൻ ആവശ്യമില്ല. നമ്മുടെ ഹൃദയങ്ങൾ ധനവാന്മാരുടെ പുറകെ പോകാൻ ആവശ്യമില്ല. നമ്മുടെ ഹൃദയങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കുവാൻ ആവശ്യമില്ല. കാരണം എന്ത്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി പുത്രനെ തന്ന് നമ്മെ നരകാനുഭവത്തിൽ നിന്നും വീണ്ടെടുത്തെങ്കിൽ ആ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുവാൻ അവൻ സമ്പന്നനാണ്. പക്ഷെ വ്യവസ്ഥ എന്താണ്? അവന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ വഴികളിൽ നമ്മൾ നടക്കുക. അതാണ് പ്രാധാന്യം അർഹിക്കുന്ന വിഷയമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നമുക്കവൻ തന്ന ആ രക്ഷയേക്കാൾ വലുതല്ലല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ഒരാവശ്യവും. ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ തെറ്റ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റണം. ദൈവത്തിന് എന്നെ രക്ഷിക്കുവാൻ കഴിഞ്ഞു, പാപമോചനം തരുവാൻ കഴിഞ്ഞു, പക്ഷെ ബാക്കി കാര്യങ്ങൾക്ക് ഈ ദൈവം എന്തോ അശക്തന് എന്ന പോലെയാണ്, അവനെ കൊണ്ട് സാധിക്കില്ല എന്ന പോലെയാണ്. നമ്മുടെ ആകുലതകൾ കണ്ടാൽ, നമ്മുടെ വല്ലായ്മകള്, നമ്മുടെ പുറുപുറുപ്പുകളൊക്കെ കേട്ടാൽ തോന്നും ദൈവത്തിന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കാനേ കഴിയുകയുള്ളൂ, എന്റെ ആവശ്യങ്ങളെ പരിഹരിക്കുവാൻ ഇവന് കഴിയുകയില്ല എന്ന് തോന്നലാണ് നമുക്കുള്ളത്. ദൈവമക്കളെ, നാം കരുതുക, നാം വിശ്വസിക്കുക, നമ്മുടെ ഏത് ആവശ്യങ്ങളെക്കാളും വലിയവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഏത് വിഷയത്തെക്കാളും വലിയവനാണ് നമ്മുടെ ദൈവം. നിങ്ങളുടെ ജീവിതത്തിലെ വിഷയം എന്തുമായിട്ട് നമുക്ക് പലതരത്തിലുള്ളതായിരിക്കുന്ന വിഷയങ്ങളുണ്ട്, ചെറുതും വലുതുമായിട്ട്. എന്നാൽ ആ വിഷയത്തെക്കാൾ എല്ലാം വലിയവനാണ് നമ്മുടെ ദൈവം. ഇവിടെ നാം റോമലേഖനത്തിൽ വായിച്ചതുപോലെ നമുക്ക് എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ ആരാണ്? അവൻ സമ്പന്നനായ ദൈവമാണ്. പിന്നീട് അടുത്ത ഒരു ചിന്ത ഞാൻ വീണ്ടും വായിക്കട്ടെ.
അതിന്റെ 1, 7, 9 വാക്യങ്ങളിൽ, അല്ല 1, 9, 13 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചതുപോലെ എന്താണ്? യഹോവ നിന്നെ എന്ത് ചെയ്യും? അവിടെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവജാതികൾക്കും മീതെ ഉന്നതനാക്കും. അപ്പോൾ ഉന്നതനാക്കുന്നത് ആരാണ്? ദൈവമാണ്. എവിടെയെല്ലാം നിന്നെ ഉന്നതനാക്കും? അവിടെ വായിക്കുന്നുണ്ട്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ, വയലിൽ, നിന്റെ ഗർഭഫലത്തിൽ, കൃഷിഫലത്തിൽ, മൃഗങ്ങളുടെ ഫലത്തിൽ, കന്നുകാലികളുടെ പേര്, ആടുകളുടെ പിറപ്പ് എല്ലാം അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുട്ട, അതുപോലെ മാവ് കുഴയ്ക്കുന്ന തൊട്ടി, അകത്ത് വരുമ്പോൾ പുറത്തു പോകുമ്പോൾ എല്ലാം നീ എന്ത് ചെയ്യുമെന്നാണ്? അനുഗ്രഹിക്കപ്പെടും എന്നാണ്. ആര് നൽകുന്നതാണ്? ദൈവവചനം പ്രമാണിക്കുന്നവർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളാണ്. നിങ്ങളത് ഓരോന്നും ശ്രദ്ധിച്ചിട്ട് ഈ ദൈവത്തിന് ഈ കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ലേ? കഴിയും. ആർക്കു വേണ്ടി? തന്റെ മക്കൾക്ക് വേണ്ടി, തന്റെ വചനം പ്രമാണിക്കുന്നവർക്ക് വേണ്ടി അവരെ ദൈവം എന്ത് ചെയ്യുമെന്നാണ്? ഉന്നതനാക്കും. എവിടെയെല്ലാം? കുടുംബത്തിൽ, നിന്റെ കൃഷിസ്ഥലത്ത്, നിന്റെ മൃഗസമ്പത്തിൽ, നിന്റെ തൊഴിൽ മേഖലയിൽ, നിന്റെ ജീവിതത്തിന്റെ സർവ മേഖലയിലും നിന്നെ അവൻ ആരാക്കും? ഉന്നതനാക്കും. ആരെ? തന്റെ വചനത്തെ പ്രമാണിക്കുന്നവർക്ക്. അതിനെല്ലാം അടിവരയിടണം. എന്തുകൊണ്ട് ഞാൻ ഉന്നതനാകുന്നില്ല? എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നില്ല? ആ ചോദ്യത്തിന് ഉത്തരം നാം കണ്ടെത്തണം. എവിടെയാണ് എൻ്റെ ജീവിതത്തിന്റെ പരാജയം? അത് നാം കണ്ടെത്തണം. എന്നാൽ നാം ഇവിടെ വായിച്ചതുപോലെ ദൈവം അവൻ നമ്മെ ഉന്നതനാക്കും. ഈ വിഷയങ്ങളിലെല്ലാം അവൻ നമ്മെ ഉന്നതനാക്കും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവ നിന്റെ നേരെ വരുന്ന, അവിടെ വായിക്കുന്നത് 7-ാമത്തെ വാക്യത്തിൽ, എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുൻപിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. ശത്രുക്കളോടുള്ള ബന്ധത്തിൽ അവിടെയും ആര് വിജയം നൽകും? യഹോവ തന്റെ ജനത്തിനു വേണ്ടി, വചനം പ്രമാണിക്കുന്നവർക്ക് വേണ്ടി ആ വിജയം നൽകും എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അതിന്റെ തന്നെ താഴെയുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അതിന്റെ 9-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ, നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. ഓൾറെഡി വിശുദ്ധ ജനമാണ് അല്ലേ? നാം കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ട കാര്യമാണ്. ഇതുപോലെ ശ്രേഷ്ഠ ജാതി വേറെ ഏതുള്ളൂ? എന്നാൽ വീണ്ടും പറയുകയാണ്, എന്റെ കൽപ്പനകൾ പ്രമാണിച്ച് നിങ്ങൾ നടന്നാൽ നിങ്ങളെ ആരെ ആക്കും? ഒരു വിശുദ്ധ ജനം എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ആക്കും എന്നാണ്. വീണ്ടും വായിക്കുന്നത് അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ, യഹോവ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. പണ്ട് ഈ ഒരു പ്രത്യേക വിഭാഗം നടക്കുന്ന പ്രാർത്ഥനാ യോഗങ്ങളിലൊക്കെ മിക്കവാറും ആളുകൾ പ്രവചിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ നിന്നെ വാലല്ല തലയാക്കും. ഇതാരും പ്രത്യേകിച്ച് പ്രവചിക്കൊന്നും വേണ്ട. ദൈവവചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തി തന്നിരിക്കുന്ന വചനമാണ്. അവൻ നമ്മെ ആരാക്കും? അവൻ നമ്മെ തലയാക്കും, വാലല്ല തലയാക്കും. സമൃദ്ധി നൽകും. ആർക്ക്? തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക്. അപ്പൊ നാം അവന്റെ കൽപ്പനകൾ പ്രമാണിച്ചു നടന്നാൽ നമ്മെ ദൈവം അനുഗ്രഹിക്കും, നമ്മെ ദൈവം ഉയർത്തും, അവൻ നമ്മെ മാനിക്കും, അവൻ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് സിദ്ധിക്കും, അവൻ സമൃദ്ധി നൽകും, ഉയർച്ച തന്നെ പ്രാപിക്കും എന്നുള്ളത് ദൈവവചനം നൽകുന്ന ഉറപ്പാണ്. ഇതെന്തിനെ കാണിക്കുന്നു എന്നറിയാമോ? ദൈവവചനം അനുസരിക്കേണ്ടതിന്റെ പ്രാധാന്യതയാണ്. നാം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് ഈ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ലല്ലോ എന്ന് പരാതിപ്പെടുവാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്യം, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാം, അതോടുകൂടെ ഇതൊക്കെയും
നിങ്ങൾക്ക് കിട്ടും. അവിടെയുമുള്ള പ്രമാണം എന്താണ്? ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. എന്താ പ്രമാണം? എന്താണ്? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ കൽപ്പനകളുടെ പ്രമാണം എന്നുള്ളത് ഒന്ന് തന്നെയാണ്. അതിനൊന്നും നാം വ്യത്യാസം കാണേണ്ടതായിട്ടില്ല. പഴയ നിയമത്തിലുള്ളതായിരിക്കുന്ന ദൈവജനത്തിന് തന്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ അവൻ നൽകുമെന്ന് പറഞ്ഞിട്ടുള്ളതായ അനുഗ്രഹങ്ങൾ ഈ പുതിയ നിയമസഭയ്ക്കും ദൈവം നൽകുന്ന ദൈവം തന്നെയാണ്. ഗതിഭേദത്താൽ ആച്ഛാദനം സംഭവിക്കുന്നവനല്ല നമ്മുടെ ദൈവം. എന്ന് പറഞ്ഞ കാലങ്ങൾ കഴിയും തോറും ഇങ്ങനെ വാക്കുകൾ മാറ്റി സ്വഭാവം മാറ്റി പറയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അവൻ അനുഗ്രഹിക്കും. അവൻ ഉയർച്ച നൽകുമെന്ന് പറഞ്ഞാൽ ഉയർച്ച നൽകും. അവൻ മാനിക്കുമെന്ന് പറഞ്ഞാൽ അവൻ മാനിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇനി മറ്റൊരു ചിന്ത അവിടെ തന്നെ നിന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം. ദൈവം എവിടെയെല്ലാമാണ് നമ്മെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞത്? നമ്മുടെ വീട്ടിലും കൃഷി സ്ഥലത്തും, ഇല്ലേ? അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകൾ അവിടെ വായിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാം. ഈ ഏതെല്ലാം മേഖലകളിലാണോ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞത്, ആ മേഖലകളോടുള്ള ബന്ധത്തിൽ കൽപ്പനകളും ഉണ്ട്. മനസ്സിലായോ? ഏത് മേഖലകളിലാണോ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്, ആ മേഖലകളിലെല്ലാം തന്നെ ദൈവം എന്തും തന്നിട്ടുണ്ട്? കൽപ്പനകൾ തന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിലേക്കൊന്ന് നോക്കിയാൽ തന്നിട്ടില്ലേ കൽപ്പനകൾ? ഭാര്യയോടുള്ള ബന്ധത്തിൽ, ഭർത്താവിനോടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ എന്തു ചെയ്യണമെന്ന പ്രമാണം ദൈവം തന്നിട്ടുണ്ട്. ആ പ്രമാണത്തെ അനുസരിച്ചാൽ അതുപോലുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരു തർക്കവും ആ കാര്യത്തിന് വേണ്ട. കൃഷിയിടത്തോടുള്ള ബന്ധത്തിൽ, യജമാനന്മാരോടുള്ള ബന്ധത്തിൽ, ദാസന്മാരോടുള്ള ബന്ധത്തിൽ എന്ന് വേണ്ട. നമ്മുടെ ഏത് കാര്യത്തിലാ വചനമില്ലാത്തത്? അല്ലേ? ഏത് കാര്യത്തോടുള്ള ബന്ധത്തിലും ദൈവത്തിന്റെ മക്കളാകുന്ന നമ്മെ സംബന്ധിച്ച് എന്തുണ്ട്? പ്രമാണങ്ങൾ വ്യക്തമാണ്. ആ പ്രമാണങ്ങൾ ഞാനും നിങ്ങളും അനുസരിച്ചാൽ അത് നമ്മെ ഉയർച്ചയിലേക്ക് തന്നെ നടത്തും. ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ പ്രമാണമില്ലേ? നമുക്കും പ്രമാണമുണ്ട്. എങ്ങനെ ശുശ്രൂഷിക്കണം? ആ ശുശ്രൂഷകൾ അവന്റെ വചനപ്രകാരമാണ് ഞാനും നിങ്ങളും നിവർത്തിക്കുന്നതെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകും. അതാണ് ഈ ദൈവത്തിന്റെ പ്രത്യേകത. എല്ലാവർക്കും എങ്ങനെയെങ്കിലുമൊക്കെ നടന്നാൽ ഈ അനുഗ്രഹം കിട്ടുമെന്ന് നാം ആരും കരുതേണ്ടതായ കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൽപ്പനകൾ നാം അനുസരിച്ചാൽ ആ മേഖലകളിലെല്ലാം തന്നെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് സിദ്ധിക്കും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ഒരു കാര്യം കൂടെ ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ നിന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് കുടുംബമുണ്ട്, അവിടെ വയലുണ്ട്, മൃഗമുണ്ട്, ശത്രുവുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് നാം ഇങ്ങനെ വെറുതെ നിഷ്ക്രിയരായി ഇരിക്കുക എന്നതാണോ? ആണോ? വയലിൽ എങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നത്? നാം എന്ത് ചെയ്യണം? നാം അധ്വാനിക്കണം. ഈ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുക എന്നുള്ളതിൽ നിഷ്ക്രിയത്വമല്ല. ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കും, എന്നിട്ട് ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാം എന്ത് ചെയ്യണം? ഇങ്ങോട്ട് കൊണ്ടു തരണം. അങ്ങനെയല്ല പ്രമാണം. ശത്രു നിന്റെ നേരെ വരും. അപ്പോൾ അവിടെ എന്തുണ്ട്? ശത്രുക്കളുണ്ട്. അപ്പോൾ അവരോടുള്ള ബന്ധത്തിൽ എന്തുണ്ട്? ഒരു പോരാട്ടമുണ്ട്, ഒരു യുദ്ധമുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ ഏത് മേഖലയെ നാം എടുത്തു നോക്കിയാലും നമുക്ക് വലിയ അധ്വാനമുണ്ട്. അതിന് വേണ്ടതായിരിക്കുന്ന കരുതലുകളുണ്ട്, ഒരുക്കമുണ്ട്, ചിലവാകുന്ന അനുഭവങ്ങളുണ്ട്. നമ്മളവിടെ വായിക്കുന്നുണ്ട്, നീ വായ്പ കൊടുക്കും, വായ്പ വാങ്ങില്ല. അപ്പൊ വായ്പ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ എന്തുണ്ട്? അതിലൊരു ചെലവുണ്ട്, ഇല്ലേ? അപ്പോൾ ദൈവത്തിന്റെ വചനം ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം തരത്തിലുള്ള കൽപ്പനകളാണോ നമുക്ക് തന്നിട്ടുള്ളത്, അതാത് മേഖലകളെ ബാധിക്കുന്ന അതാത് വചനങ്ങൾ നമ്മൾ അനുസരിച്ചാൽ
അതാത് മേഖലകളിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതിന് യാതൊരു തർക്കവുമില്ല. അങ്ങനെ നമ്മൾ ചെയ്താൽ, നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, എങ്കിൽ അല്ലെങ്കിൽ എന്നാൽ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ നമ്മെ എന്താക്കും? അവൻ നമ്മെ സർവ്വജാതികൾക്കും മീതെ ഉന്നതനാക്കും. 9-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ ജനമാക്കും. 13-ാമത്തെ വാക്യത്തിൽ തലയാക്കും, ഉയർച്ച തന്നെ പ്രാപിക്കും. ഞാൻ പറയട്ടെ, ഉയർച്ച പ്രാപിക്കണം, അനുഗ്രഹിക്കപ്പെടണം, ഉന്നതനാകണം എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിന്റെ ഒറ്റ വ്യവസ്ഥ എന്താണ്? എന്താ വ്യവസ്ഥ? അവന്റെ കൽപ്പനകളെ നാം പ്രമാണിക്കാന്ന് മാത്രമേ ഉള്ളൂ. അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് നാം ശാന്തമായിരുന്നാൽ എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞു നിഷ്ക്രിയരായിട്ടിരിക്കുക എന്നല്ല, നാം ആ ദൈവത്തിന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് അവനെ അനുസരിച്ച് നടന്നാൽ എന്തുണ്ടാകും? അവൻ പറഞ്ഞത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ചോദ്യം ഇതാണ്, എങ്കിൽ എന്തുകൊണ്ട് ഈ ദൈവകൽപ്പനകളെ നാം ലംഘിക്കണം? ഇന്ന് ദൈവമക്കളായിരിക്കുന്നവർ പോലും ഈ ദൈവത്തിന്റെ പ്രമാണങ്ങൾ ലംഘിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? എന്തിനാ? ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ഔന്നത്യത്തിന് വേണ്ടിയാണ്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ തരികിടകൾ ഒപ്പിച്ച് ജീവിച്ചിട്ട് എന്നിട്ട് എന്തുകൂടെ പറയൂന്നറിയാമോ? ആരാ ഇത്ര തികഞ്ഞവര്? അല്ലേ? ആരാണ് ഇത്ര തികഞ്ഞവര്? എന്തിനാ ഭോഷ്ക് പറയുന്നത്? എന്തിനാ കള്ളത്തരം കാണിക്കുന്നത്? എന്തിനാ വഞ്ചന കാണിക്കുന്നത്? എന്തിനാ ദൈവകൽപ്പന ലംഘിക്കുന്നത്? പല കാര്യത്തിലും അനുസരണക്കേട് എന്തിനാ കാണിക്കുന്നത്? എന്തിനാ കാണിക്കുന്നത്? തങ്ങളുടെ നിലനിൽപ്പിനും വർധനവിനും വേണ്ടിയാണ്. അല്പമെങ്കിലുമൊക്കെ തട്ടിപ്പും വെട്ടിപ്പും കരിഞ്ചന്തയും കാണിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? എനിക്ക് നിലനിൽപ്പില്ല. സംഭവിക്കുന്നത് എന്താണ്? അനുഗ്രഹത്തിന് പകരം എവിടേക്കാ പോക്ക്? ശാപത്തിലേക്കാണ് പോക്ക്. താൻ തന്നെ കുഴിയിൽ വീണ് കിടക്കുകയും മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അപകടകരമായ അനുഭവമാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവർ, ഞാനിങ്ങനെ ഈ ചിന്ത വന്നപ്പോ ഇങ്ങനെ ഓർക്കുവാനായിട്ടിടയായിട്ടുണ്ട്. അനേകര് എത്രയോ വർഷങ്ങളായിട്ടും കൂമ്പൂറ്റിയ വാഴ പോലെ നിൽക്കുന്നതിന്റെ കാരണം എന്താ കാരണം? ഈ സ്വയ വളർച്ചയ്ക്ക് വേണ്ടി ദൈവ കൽപ്പനകൾ ലംഘിക്കുന്നവരായി മാറിയിരിക്കുന്നു. ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഉന്നതി നേടി വലിയ വീട് പണിതോ കാറ് മേടിച്ചോ എന്നുള്ള ആശയത്തിലല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് ആത്മീകമായിട്ട് പോലും കഴിഞ്ഞ അനേക വർഷങ്ങളായി എന്തില്ല? ഒരു പുരോഗതിയും കാണുന്നില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? ദൈവവചനത്തിന്റെ ലംഘനം അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവരും വലിയ പ്രാസംഗികരായില്ല എന്നല്ല. ദൈവത്തിന്റെ മക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതായ ഒരു ആത്മീക വളർച്ചയുണ്ടല്ലോ. അവനതിന് പ്രസംഗകനാകണമെന്നോ വചനം പഠിപ്പിക്കുന്നവനാകണമെന്നോ നിർബന്ധമൊന്നുമില്ല. പക്ഷേ തങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നാം കഴിഞ്ഞ ദിവസം ഇയ്യോബിനെ കുറിച്ച് ചിന്തിച്ചതുപോലെ അവനൊരു ആത്മീകനാണ്, ഒരു ഭക്തനാണ് എന്ന് പറയത്തക്കവണ്ണമുള്ളതായ ഒരു വളർച്ച ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ്? ഈ ദൈവവചനത്തിന്റെ നഗ്നമായിരിക്കുന്ന ലംഘനമാണ് എന്നത് നമ്മൾ ഓർക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു തരികിട നടത്താതെ എനിക്കൊരു ഔന്നത്യം ഉണ്ടാകയില്ല. എന്തെങ്കിലുമൊക്കെ വചനത്തിന്റെ ലംഘനം നടത്തിയില്ലെങ്കിൽ എൻ്റെ ഈ കാര്യങ്ങളൊന്നും മുൻപോട്ട് പോകയില്ല. അതിനുവേണ്ടി വശീകരിക്കപ്പെടുന്ന, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വീണു പോകുന്ന അനേകരെ ആത്മീക ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഓർക്കുക, ദൈവത്തിന്റെ വചനം പ്രമാണിക്കേണ്ടതിന്റെ പ്രാധാന്യത വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഈ പ്രമാണം തന്നത് ദൈവമാണ്. ആ ദൈവമാണ് നമ്മെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞത്. ആ ദൈവം അനുഗ്രഹിക്കുവാൻ അവൻ സമ്പന്നനായ ദൈവമാണ്. അവൻ അതിന് സാധിക്കും. അവന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ വചനത്തെ പ്രമാണിക്കുവാൻ നാം ഒന്നാമത്
തയ്യാറാകുക. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് വരാം. അതിന്റെ 28-ാമത്തെ ആവർത്തന പുസ്തകം 28-ന്റെ 15 മുതൽ 69 വരെയുള്ളതായ വാക്യങ്ങളിൽ നാം കാണുന്നത്, അവിടെ ആ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടു, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചു നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്ന് ഭവിക്കും. നിനക്ക് വന്ന് അത് ഭവിക്കും. അവിടെയും നമ്മൾ വായിച്ചാൽ, ഞാൻ ഏതാണ്ട് ഇങ്ങനെ ഒന്ന് കൂട്ടി നോക്കിയപ്പോ, ഏറെക്കുറെ ഒന്ന് ഓടിച്ചു വായിച്ചപ്പോ 130-ൽ പരം വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? നശിക്കും, ശൂന്യമാകും, ശപിക്കപ്പെടും. ഈ വാക്കുകൾ ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുക. നേരത്തെ ദൈവം എവിടെയെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞുവോ അവിടെ എല്ലാം തന്നെ എന്താണ് കാണിക്കുന്നത്? ശാപമാണ്. ശാപം. നശിക്കും, ആ വാക്കുകൾക്ക് ശപിക്കപ്പെടും, മുടിഞ്ഞു പോകും. ഞാൻ ഓർത്തു, ഇന്ന് നാം നമ്മുടെ ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കിയാൽ, ദൈവമക്കൾ എന്ന് പറയപ്പെടുന്ന കുറെ പേരിലേക്കെങ്കിലും നോക്കിയാൽ, ജാതികളിലേക്ക് നോക്കിയാൽ, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു തരം മുടിവും നാശവും ശാപവുമല്ലേ ഇന്ന് ലോകത്ത് കാണുന്നത്. നമ്മളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മതി. ഇന്ന് ചുറ്റുപാടുകളിലേക്കൊക്കെ നോക്ക്. എല്ലാം സമൃദ്ധിയുണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അനേകം കുടുംബങ്ങൾ മുടിഞ്ഞു കിടക്കുകയാണ്. അനേക കുടുംബങ്ങൾ ശാപഗ്രസ്തമായി കഴിയുകയാണ്. എന്താ കാരണം? ഈ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണ ലംഘനമാണ് എന്നുള്ളത് നാം മറന്ന് പോകരുത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നതായ കാര്യം, ഈ കൽപ്പനാ ലംഘനം സാധിക്കുമെന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ കൽപ്പനാ ലംഘനത്താൽ അനുഗ്രഹങ്ങൾ അനുഭവിക്കാം, ഉന്നതി പ്രാപിക്കാം എന്ന നിലയിൽ അവരും എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർ ചെയ്യുന്നത് പോലെ തന്നെ ഇവരും എന്ത് ചെയ്യുന്നുണ്ട്? ഇവരും ചെയ്യുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് പ്രയത്നങ്ങൾ അവര് നടത്തുന്നുണ്ട്. പക്ഷേ ദൈവവചനം ലംഘിക്കുന്നു എന്ന കാരണത്താൽ അനുഗ്രഹത്തിന് പകരം ശാപം, ഉയർച്ചയ്ക്ക് പകരം താഴ്ച, നന്മയ്ക്ക് പകരം എന്താണ്? തിന്മ. ഇതാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ പാവങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നാം ഇത് മനസ്സിലാക്കണം. നാം ചെയ്യേണ്ടത് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ പറയുന്നത് പോലെ ഓട്ടസഞ്ചിയിൽ എന്തിടുന്നു? കൂലിക്കാശ് കൊണ്ടുവന്ന് ഇടുന്നത് പോലെയാണ്. വളരെ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട, നന്മ അനുഭവിച്ച, ഉന്നതി പ്രാപിച്ചു എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് ആയിരിക്കുന്നതായ എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവരെവിടെയൊക്കെയാണ്? ഞാൻ പറഞ്ഞല്ലോ, പട്ടണത്തിൽ, വയലിൽ, ഇതെല്ലാം ഏത് മേഖല അവരുടെ നോക്കിയാലും അവിടെ എല്ലാം തന്നെ ആ ജനം ശപിക്കപ്പെട്ടിരിക്കുന്നു, ഈ ജനം മുടിഞ്ഞു പോകുന്നു, മുടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ എല്ലാം കാണുവാനായിട്ട് കഴിയുന്നത്. അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, എന്നെ ഉപേക്ഷിച്ച് ചെയ്ത ദുഷ്പ്രവർത്തികൾ നിമിത്തം നീ വേഗത്തിൽ മുടിഞ്ഞു പോകും വരെ നിന്റെ കൈ തൊടുന്ന എല്ലാത്തിലും യഹോവ ശാപവും പരിഭ്രമവും നിന്നയും അയക്കും. മുടിഞ്ഞു പോകും വരെ. ആരോടാ പറയുന്നത്? ഈ ദൈവകൽപ്പന നീ ലംഘിച്ചാൽ മുടിഞ്ഞു പോകും വരെ നിന്റെ മേൽ പരിഭ്രമം ദൈവം അയക്കും. അതും ദൈവം തന്നെ ചെയ്യുന്നു എന്നാ പറഞ്ഞത്. അതും എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്കാണ്. അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞത് ആര് തന്നെയാണ്? ദൈവമാണ്. ശപിക്കും, അതാരാ ചെയ്യുന്നത്? അത് പിശാചല്ല, അതും ദൈവം തന്നെ ചെയ്യുന്നത്. കൽപ്പനയുടെ ലംഘനം. നമ്മൾ പിശാചിനെ കുറ്റം പറയും, പിശാചാണ് എൻ്റെ അനുഗ്രഹത്തെ ഒക്കെ തടസ്സം ചെയ്തിരിക്കുന്നത്. അല്ല, നാം കൽപ്പന ലംഘിച്ചാൽ നമ്മുടെ തടസ്സങ്ങൾ, അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്നത് ആരാണ്? ദൈവം തന്നെയാണ്, പിശാചല്ല. ദൈവം തന്നെയാണ്. ദൈവം തന്നെ അങ്ങനെയാക്കും എന്നാണ്. ഇനി അതിന്റെ 45-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കായക കൊണ്ട് ഈ ശാപമൊക്കെയും നിന്റെ മേൽ വരികയും നീ നശിക്കും വരെ നിന്നെ പിന്തുടർന്ന് പിടിക്കുകയും ചെയ്യും. നശിക്കുന്നത് വരെ ശാപം നിന്നെ പിന്തുടരുന്നു.
ആർക്ക്? ദൈവവചനത്തെ പ്രമാണിക്കാതിരിക്കുന്നവർക്ക്. ഇനി എന്റെ 47-ാമത്തെ വാക്യം, സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായക കൊണ്ട്. ഇന്ന് ദൈവജനത്തിന്റെ മധ്യത്തിലേക്ക് ഒന്ന് നോക്കിയേ. കാര്യങ്ങളൊക്കെ ഒരു സെറ്റപ്പായി, 4 കാല് ഇപ്പൊ 2 കാലില് നിക്കാറായി, കാര്യങ്ങളൊക്കെ അത്യാവശ്യം സെറ്റപ്പൊക്കെ ആയി എന്നറിഞ്ഞ പിന്നെ എന്തില്ല എന്നാണ്? നിന്റെ ദൈവമായ യഹോവയെ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെയുള്ള സേവനം പിന്നെ ഇല്ല. പിന്നെ എല്ലാം ഒരു ചടങ്ങായി. എന്തിനാ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അല്ലെ? എന്തിനാ കൂടുതൽ വചനം ധ്യാനിക്കുന്നത്? എന്തിനാ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? എന്തിനാ ആരാധിക്കുന്നത്? എന്തിനാ? അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ലെന്ന്. എന്തിനാ ഇപ്പൊ കഴിഞ്ഞ നാളുകളിൽ ഒരു സഹോദരൻ ചോദിച്ചതുപോലെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എല്ലാം ഉണ്ടെന്ന്, സമൃദ്ധി ഹേതുവായി എല്ലാം ഉണ്ട്. പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവകൽപ്പനയാണ്. പക്ഷെ അത് പ്രമാണിക്കുവാൻ അവനെന്തില്ല? അത് മനസ്സില്ല. ഉണ്ടെന്ന്, എൻ്റെ ബാങ്കിലുണ്ട്, എനിക്ക് വീട്ടിലുണ്ട്, മക്കൾ അവിടെയാണ് ഇവിടെയാണ്, ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അവൻ എന്തില്ല? ദൈവത്തെ സേവിക്കുന്നതിൽ സന്തോഷമില്ല. സന്തോഷമൊക്കെ എന്തിലാണ്? ഈ ലോകത്തിലാണ്, ലോകത്തിന്റെ കാര്യങ്ങളിലാണ്. വേണ്ട ദൈവമക്കളെ, സമൃദ്ധി ദൈവം തരുന്നതാണ്. അതാണല്ലോ നമ്മൾ നേരത്തെ വായിച്ചത്. വചനം പ്രമാണിക്കുന്നവർക്ക് ദൈവം എന്ത് നൽകും? സമൃദ്ധി നൽകും. അവൻ നമ്മെ ഉന്നതരാക്കും. സത്യമാണ്. എന്നാൽ ഔന്നത്യത്തിലേക്ക് വരുമ്പോ, സമ്പത്ത് ദൈവം തരുമ്പോ, ദൈവം അനുഗ്രഹിക്കുമ്പോ എന്ത് ചെയ്യാൻ പാടില്ല? ആ ദൈവത്തെ സേവിക്കുന്നത് ദുഃഖത്തോടുകൂടെ ആകരുത്. മനസ്സോടെ ആകുവാനായിട്ട് പാടില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നിവിടെ നിർത്താനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഈ ശാപങ്ങൾ നമുക്ക് വന്ന് ഭവിക്കാൻ പാടില്ല. നാം മുടിഞ്ഞു പോകുവാനായിട്ട് പാടില്ല. എത്രയോ കുടുംബങ്ങൾ ദൈവത്തിന്റെ മക്കളെന്ന് ഒരു കാലത്ത് പേരെടുത്തവർ, ദൈവനാമം വഹിച്ചിരുന്നതായ എത്രയോ കുടുംബങ്ങൾ ഈ കൽപ്പനകളുടെ ലംഘനം നിമിത്തം ആ കുടുംബങ്ങൾ നിശേഷം തകർന്നുപോയ, നശിച്ചുപോയ എത്രയോ കുടുംബങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ ഭവിക്കാതിരിക്കട്ടെ. നമുക്ക് അനുഗ്രഹം അവൻ നൽകും. നമുക്ക് ഔന്നത്യം നമ്മുടെ കർത്താവ് നൽകും. നമ്മുടെ ശത്രുക്കളെ അവൻ തോൽക്കുമാറാക്കും. നാം ഇത്രയും ചെയ്താൽ മതി. അവന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ വഴികളിലൂടെ നടക്കുക. അതിനപ്പുറമായി മറ്റൊന്നുമില്ല എന്നുള്ളത് നാം കരുതുക. ദൈവവചനം, ദൈവത്തിന്റെ കൽപ്പനകളെ എത്രത്തോളം നാം ഭയപ്പെടണം, എത്രത്തോളം അത് അനുസരിക്കണം എന്നുള്ളത് കാണിക്കുന്ന വാക്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് തീരുമാനിക്കാം, എൻ്റെ കർത്താവേ, അങ്ങയുടെ വചനം പ്രമാണിച്ചുള്ള ഒരു ജീവിതം എനിക്ക് മതി. ആ വചനം പ്രമാണിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളും നന്മകളും എനിക്ക് മതി എന്ന് നമ്മൾ തീരുമാനിക്കണം. അല്ല എങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് ശാപമാണ്, നാശമാണ്, ശൂന്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവകൽപ്പനയെ ഭയപ്പെടുവാൻ ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.